കത്തോലിക്ക സഭ എന്നാൽ എന്താണ്? കത്തോലിക്ക സഭയുടെ ദൗത്യം എന്താണ്? കത്തോലിക്ക സഭയിൽ ഓരോ കുടുംബങ്ങൾക്കുള്ള ദൗത്യം എന്താണ്? ഈ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുക. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ സഭകളുടെ കൂട്ടായ്മയാണ്. നമുക്കറിയാം, 24 വ്യക്തിഗത സഭകൾ ചേർന്നതാണ് കത്തോലിക്ക സഭ. നമ്മുടെ ഭാരതത്തിൽ ലത്തീൻ സഭയുണ്ട്, സീറോ മലബാർ സഭയുണ്ട്, സീറോ മലങ്കര സഭയുണ്ട്. ആഗോളതലത്തിൽ 24 വ്യക്തിഗത സഭകളുണ്ട്. ഈശോ ശിഷ്യന്മാരെ പല കാര്യങ്ങളും പഠിപ്പിച്ച ശേഷം ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പറഞ്ഞയക്കുന്നു. ഓരോ ശിഷ്യന്മാർ ലോകത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടുത്തെ ആളുകളുടെ സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് യേശുവിൻ്റെ പഠനങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്നു. അപ്പോൾ ഓരോ ശിഷ്യൻ്റെ ക്രിസ്തു അനുഭവവും ഓരോ സ്ഥലത്തെ സാംസ്കാരിക പശ്ചാത്തലവും ഉൾച്ചേർന്നാണ് ഒരു വ്യക്തിഗത ക്രൈസ്തവ സമൂഹം രൂപം കൊള്ളുക. ആ ക്രൈസ്തവ സമൂഹത്തെ പറയുന്ന പേരാണ് വ്യക്തിഗത സഭ, ഇൻഡിവിജ്വൽ ചർച്ച്, സൂയി ജൂറിസ് ചർച്ച്, അല്ലെങ്കിൽ റീത്ത്. ഇങ്ങനെ പല പേരുകളാണ് അറിയപ്പെടുന്നത്. ഇനി ഓരോ വ്യക്തിഗത സഭകളുടെയും ഭരണം അതാത് വ്യക്തിഗത സഭകളുടെ മെത്രാന്മാരുടെ സിനഡാണ് നിർവഹിക്കുക. എന്നാൽ വിശ്വാസം, ധാർമ്മികത, ഈ 2 കാര്യങ്ങളിൽ 24 വ്യക്തിഗത സഭകളുടെയും അധികാരി ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ലത്തീൻ സഭയുടെ തലവനാണ്. അതോടൊപ്പം തന്നെ 24 വ്യക്തിഗത സഭകളുടെയും അധികാരി കൂടിയാണ്. ഇനി എന്താണ് സഭയ്ക്കുള്ള അല്ലെങ്കിൽ 24 വ്യക്തിഗത സഭകൾക്കുള്ള ദൗത്യം നമുക്ക് നോക്കാം. 3 ദൗത്യങ്ങളാണ് ഈശോ ഏൽപ്പിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഈശോ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുക, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുവാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക. ഉടനെ ഈശോ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഉത്തിതനായ ഈശോ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, അതാണ് നിങ്ങളുടെ ശക്തി. നമുക്കറിയാം, ഈശോ സഭയിൽ ഇന്ന് 6 രീതിയിൽ സന്നിഹിതനാണ്. തൻ്റെ തിരുവചനങ്ങളിലൂടെ ബൈബിളിൽ സന്നിഹിതനാണ്, കുർബാന എന്ന കൂദാശയിലൂടെ തിരുവോസ്തിയിൽ സന്നിഹിതനാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ അവിടെ ഒരുമിച്ച് കൂടുന്നു, അവരുടെ മധ്യത്തിൽ ഞാനുണ്ടാകുമെന്ന് അരുളി ചെയ്തുകൊണ്ട് സമൂഹത്തിൽ അവിടെ സന്നിഹിതനാണ്. നമ്മൾ ഓരോരുത്തരും ദേവാലയങ്ങളാണെന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഈശോ സന്നിഹിതനാണ്. യുഗാന്ത്യം വരെ നിങ്ങളുടെ ഉണ്ടായിരിക്കുന്ന അരുളി ചെയ്തുകൊണ്ട് സഭയിൽ ഈശോ സന്നിഹിതനാണ്. മത്തായി 25:40 പറയുന്നുണ്ട്, ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഓരോ പാവപ്പെട്ട വ്യക്തിയിലും ഈശോ സന്നിഹിതനാണ് പ്രത്യേകമായ വിധത്തിൽ. അങ്ങനെ എൻ്റെ ഉള്ളിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ, സമൂഹത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ, സഭയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ, ബൈബിളിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ, തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ, പാവപ്പെട്ടവരിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ. ആ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഓരോ കത്തോലിക്കനും സാധിക്കണം. 3 ദൗത്യങ്ങളാണ് ഇവിടെ ഈശോ നൽകുന്നത്: പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. പഠിപ്പിക്കണം. എൻ്റെ തോന്നലുകളല്ല പഠിപ്പിക്കേണ്ടത്, സഭയുടെ പ്രബോധനങ്ങൾ. യേശു സഭയെ ഉത്തരവാദിത്തപ്പെടുത്തി ഭരമേൽപ്പിച്ച പ്രബോധനങ്ങളാണ് മറ്റുള്ളവരെ ഞാൻ പഠിപ്പിക്കേണ്ടത്. എൻ്റെ തോന്നലുകൾ പഠിപ്പിക്കാനുള്ളതല്ല. അതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഈ വേഷമൊക്കെ ഇട്ട് നിൽക്കുന്നത്. സഭയുടെ പ്രബോധനങ്ങൾ തെറ്റുകൂടാതെ പഠിപ്പിക്കണം. ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്നത് 2 സ്രോതസ്സുകളിലൂടെയാണ്. ഒന്ന് ബൈബിള്. നമുക്കറിയാം, ബൈബിളിലൂടെ ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്നു. ഇനി ബൈബിളിലൂടെ അല്ലാതെ സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അത് നമുക്കറിയാം, സഭയുടെ ദൈവിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിഗത സഭയുടെ വിശ്വാസം,
ആരാധനക്രമം, ജീവിതശൈലി, ഇത് മൂന്ന് ചേർന്നാണല്ലോ ദൈവിക പാരമ്പര്യം എന്ന് പറയുന്നത്. സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ തലമുറ തലമുറയായിട്ട് ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്നുണ്ട്. ബൈബിളിലൂടെ ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്നുണ്ട്. രണ്ട് സ്രോതസ്സുകൾ. അപ്പോൾ ഈ ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വരുന്ന ഈശോയുടെ പഠനങ്ങൾ, സഭയുടെ പ്രബോധനങ്ങൾ, പഠനങ്ങൾ തെറ്റുകൂടാതെ പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ കടപ്പെട്ടിട്ടുള്ളതായിരിക്കുക സഭയിൽ. ഓരോ വ്യക്തിയും ഇത് സഭയ്ക്കുള്ള ദൗത്യമാണ്. ഒരു മെത്രാൻ ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ തീർച്ചയായിട്ടും ആ ദൗത്യം നിർവഹിക്കണം. ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തൊരു വൈദികൻ അത് നിർവഹിക്കണം. മാമോദിസായിലൂടെ പൊതു പൗരോഹിത്യം സ്വീകരിച്ചിരുന്ന അൽമായരും അത് പാലിക്കണം, നിർവഹിക്കണം. അപ്പൊ പഠിപ്പിക്കുക. എൻ്റെ പഠനങ്ങളല്ല, ഈശോയുടെ പഠനങ്ങൾ, ബൈബിളിലൂടെയും സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെയും കൈമാറി വരുന്ന യേശുവിൻ്റെ പഠനങ്ങൾ പഠിപ്പിക്കണം. ഇനി വിശുദ്ധീകരിക്കുക. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിനു മുന്ന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം. എന്നെ തന്നെ വിശുദ്ധീകരിക്കണം, മറ്റുള്ളവരെ വിശുദ്ധീകരിക്കണം. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക. ഇനി നയിക്കുക. ആരിലേക്കാണ് നയിക്കേണ്ടത്? യേശുവിലേക്ക് നയിക്കണം. ഞാൻ എന്നിലേക്ക് ആളുകളെ നയിക്കരുത്. നല്ല മെത്രാനാണെന്ന് പേര് കിട്ടാൻ വേണ്ടി ഞാൻ എന്നിലേക്ക് നയിക്കരുത്. സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ കയ്യടി കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയരുത്. ഞാൻ മറ്റുള്ളവരെ നയിക്കേണ്ടത് യേശുവിലേക്കാണ്. ഞാൻ സീറോ ആകണം. എങ്കിലേ യേശുവിലേക്ക് മറ്റുള്ളവരെ നയിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അഹങ്കാര ചിന്ത വെടിഞ്ഞുകൊണ്ട് എളിമയുള്ളവനായാണ് എനിക്ക് യേശുവിലേക്ക് മറ്റുള്ളവരെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. മാനുഷികമായി ചിന്തിച്ചാൽ എല്ലാവരും എന്നിലേക്ക് വരണം, എന്നിൽ ആകർഷിതനാകണം. അതാണ് എൻ്റെ മാനുഷിക ചിന്ത. പക്ഷെ ഞാനത് വെടിയണം. സഭയിൽ എനിക്കുള്ള ദൗത്യം അതാണ്, യേശുവിലേക്ക് നയിക്കുക. യേശുവിൻ്റെ പഠനങ്ങൾ ബൈബിളിലൂടെയും സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെയും കടന്നു വരുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. എന്നെ തന്നെ വിശുദ്ധീകരിക്കുക, മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുക. അപ്പോൾ സഭകളുടെ കൂട്ടായ്മയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ വ്യക്തമായ പഠനമാണ്, മറക്കരുത്. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക, അതാണ് സഭയ്ക്കുള്ള ദൗത്യം. അതിൽ പങ്കുചേരുന്നവനാണ് ഞാനും ഓരോ കത്തോലിക്കനും, മറക്കരുത്. മൂന്നാമതായിട്ട്, എന്താണ് സഭയിൽ കുടുംബങ്ങൾക്കുള്ള ഉത്തരവാദിത്വം? ഞാൻ പറയും, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 2-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. ആക്ട്സ് 2:42. ഞാനതിനെ ഒരു ചെറിയ വാഹനത്തോട് ഉപമിക്കും. ഒരു കുട്ടി കാറ് പോലെയാണ് ഒരു കുടുംബം സഭയിൽ. ഒരു കുട്ടി സഭയാണ് ഒരു കുടുംബം. ഒരു കുട്ടി കാറ് പോലെയാണ് ഞാൻ സഭയിൽ കുടുംബത്തെ നോക്കി കാണുക. 4 ചക്രങ്ങളുള്ള ഒരു കാറ്. ഈ 4 ചക്രങ്ങൾ ഏതൊക്കെയാണെന്നറിയാവോ? ഫെയ്ത്ത് വീൽ, പ്രയർ വീൽ, യൂക്കറിസ്റ്റിക് വീൽ, ഫെലോഷിപ്പ് വീൽ. പ്രാർത്ഥനാ ചക്രം അത് കറങ്ങിക്കൊണ്ടിരിക്കണം. വിശ്വാസ ചക്രം അത് കറങ്ങിക്കൊണ്ടിരിക്കണം. കുർബാന ചക്രം അത് കറങ്ങിക്കൊണ്ടിരിക്കണം. കൂട്ടായ്മ ചക്രം അത് കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോഴ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയായിരിക്കണം സഭയിൽ കുടുംബം. അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ അവർ ഉറച്ചു നിന്നിരുന്നുവെന്ന് ആക്ട്സ് 2:42 പറയുന്നുണ്ട്. അവർക്ക് പ്രാർത്ഥനയുണ്ടായിരുന്നു പറയുന്നുണ്ട്. അവർ അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരുന്നെന്ന് പറയുന്നുണ്ട്. അവർക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ മോഡല്. ഒരു കുടുംബത്തിൽ അത് ഈ 4 ചക്രങ്ങൾ കറങ്ങണം, എങ്കിലേ വണ്ടി മുന്നോട്ട് നീങ്ങുള്ളൂ. ഏതെങ്കിലും ഒരു ചക്രം സ്റ്റക്കായാൽ വണ്ടി മുന്നോട്ട് നീങ്ങില്ല. ഇത് തന്നെയാണ് ഒരു ഇടവകയിൽ, ഇത് തന്നെയാണ് ഒരു രൂപതയിൽ, ഇത് തന്നെയാണ് ഒരു വ്യക്തിഗത സഭയിൽ, ഇത് തന്നെയാണ് ഒരു ആഗോള കത്തോലിക്ക സഭയിൽ സംഭവിക്കേണ്ടത്. പ്രയർ വീൽ, പ്രാർത്ഥനാ ചക്രം. എനിക്ക് വയസ്സ് ഈ മാസം 66 തികയാണ്. ഞാൻ 40 വർഷത്തോളം ഒരു അച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്തു. ഒരു 6 വർഷത്തോളം മെത്രാനായിട്ട് ശുശ്രൂഷ ചെയ്തു. എനിക്ക് കിട്ടിയിരിക്കുന്ന തിരിച്ചറിവ് എന്താണെന്നറിയാവോ? ഈ 66 വയസ്സിനിടയ്ക്ക്
ഒരാളിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. ആശ്രയം ദൈവത്തിൽ മാത്രം, ആശ്വാസം പ്രാർത്ഥനയിൽ മാത്രം. ഒരാൾക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല, ഒരാളിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. ആശ്രയം ദൈവത്തിൽ മാത്രം, ആശ്വാസം പ്രാർത്ഥനയിൽ മാത്രം. എനിക്കൊരു ഉറച്ച ബോധ്യമുണ്ട്, എല്ലാ ദിവസവും കുർബാനയുടെ മുമ്പിൽ 1 മണിക്കൂർ സമയം കുത്തിയിരുന്നാൽ കാര്യങ്ങളൊക്കെ കർത്താവ് നന്നായിട്ട് നടത്തുമെന്ന്. അതെൻ്റെ വ്യക്തിപരമായൊരു അനുഭവം കൂടിയാണ്. ഞാൻ ഇടയ്ക്ക് മനസ്സിൽ പാടാറുണ്ട്, 1 മണിക്കൂർ തിരുസവിധേ കുത്തിയിരുന്നാൽ കാര്യങ്ങൾ കർത്താവ് നോക്കി നടത്തിയിടും. ഞാൻ വികാരിയായിരിക്കുമ്പോഴൊക്കെ ഞാൻ കൃത്യമായിട്ട് അങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഭവം, ഒരു പ്രശ്നങ്ങളും ഇടവകയിൽ പല അച്ഛന്മാർക്കും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഞാൻ വളരെ സ്മൂത്തായിട്ട് കടന്നു പോകാറാണ് പതിവ്. കാര്യം പ്രശ്നങ്ങൾ വന്നാൽ എനിക്കും പ്രയാസം തന്നെയായിരിക്കും അത്, പക്ഷെ അതിന് വരുത്തുന്നില്ല. കാര്യങ്ങൾ കർത്താവ് നടത്തും. അപ്പം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിലും വേണം പ്രാർത്ഥന. രണ്ടാമത്തെ കാര്യം, കുർബാന, അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ അവർ പങ്കുചേർന്നിരുന്നു. കുർബാനയിൽ നിന്നാണ് ശക്തി, ഊർജം കിട്ടുന്നത് കുർബാനയിൽ നിന്നാണ്. ആ കുർബാനയിൽ സജീവമായി പങ്കുചേരണം. എത്ര ശക്തമായ വാക്കുകളാന്ന് നോക്കി കർത്താവിൻ്റെ. മത്തായി 5:23-24, നീ ബലി അർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് അണയുമ്പോൾ നിനക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അല്ല, നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ബലിയർപ്പിക്കാൻ പാടില്ല എന്ന് കട്ടായം പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് ശത്രുതയും പകയും വൈരാഗ്യവും വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്ന അക്രൈസ്തവർ കാണുമ്പോൾ അവർ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. കഷ്ടം. ഇറ്റ് ഈസ് ഡിയബോളിക്. ഡിവിഷൻ ഈസ് ഡിയബോളിക്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. നമ്മൾ കർത്താവിൻ്റെ വാക്കുകൾക്ക് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, കുർബാനയിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എനിക്കങ്ങനെ ബലിയർപ്പിക്കാൻ പറ്റില്ല. ദൈവത്തിൽ വിശ്വാസത്തിന് എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റില്ല. കാരണം കർത്താവ് ശക്തമായി താക്കീത് തന്നിരിക്കുന്നു. മനസ്സിൽ വെറുപ്പും വൈരാഗ്യം വെച്ച് ബലിയർപ്പിക്കാൻ പാടില്ല. അവിടെ ബലിവസ്തുക്കൾ അവിടെ വെക്ക്, പോ, ആദ്യം പോയി അവനുമായി രമ്യപ്പെട്ടു വാ, എന്നിട്ട് മതി എനിക്ക് നിന്റെ ബലി. ആ ബലി ആരംഭിക്കുമ്പോൾ ഞാൻ പാടുകയാണ്, ഒരുമയോടി ബലി അർപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിൽ വെറുപ്പും വൈരാഗ്യം വെച്ച് ബലി അർപ്പിക്കുകയാണ്. ഇതിൽ പരം ഒരു ശാപം ഏറ്റെടുക്കാൻ വേറെ എന്തു വേണം? അതുകൊണ്ട് മനസ്സിൽ നിന്നും വിദ്വേഷവും വെറുപ്പ് പൂർണ്ണമായിട്ട് വെടിഞ്ഞുകൊണ്ട്, അത് ആരാണെങ്കിലും കുർബാനയിൽ സജീവമായി പങ്കുചേർന്നാൽ നമുക്ക് ശക്തമായിട്ടുള്ള ഊർജം ലഭിക്കുന്ന സങ്കേതമാണത്, മറക്കണ്ട. ആ ചക്രം ശരിക്കും കറങ്ങണം. ഇന്നത് പലപ്പോഴും സ്റ്റക്കാവുന്നുണ്ട്. കുർബാന ചക്രം, പ്രാർത്ഥനാ ചക്രം. ഇനിയും ഫെയ്ത്ത് വീൽ. അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ അവർ ഉറച്ചു നിന്നിരുന്നു. അവർ ആടി ഉലയില്ല. അവൻ അത് പറയുമ്പോൾ അങ്ങോട്ട് തിരിയില്ല, അവളത് പറയുമ്പോൾ ഇങ്ങോട്ട് പോവില്ല. They were very strong in their faith. സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വരുന്ന പഠനങ്ങളിൽ ഉറച്ചു നിന്നിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കൈമാറി വരുന്ന സഭയുടെ പഠനങ്ങൾ ഉറച്ചു നിന്നിരുന്നു. നമുക്ക് ആ ഉറപ്പുണ്ടാകണം. ആളുകൾ പലതും പറയും. സഭാ ശത്രുക്കളുണ്ട്, പച്ചക്കള്ളം പരമസത്യം പോലെ പറഞ്ഞ് പഠിപ്പിക്കുന്നവര്. നമ്മളതിൽ വീണു പോകരുത്. പലപ്പോഴും സഭാധനരായി നമ്മൾ കർത്താവിൻ്റെ പരമസത്യങ്ങൾ ചിലപ്പോൾ പറയുന്നത് കേട്ടാൽ പച്ചക്കള്ളം പറയുന്ന പോലെ പറയുന്നത്. സഭാശത്രുക്കള് പച്ചക്കള്ളം പരമസത്യം പോലെ പറയുന്നു, കുറെ പേരെ വിശ്വസിക്കുന്നു. Let us be strong in the faith of the Catholic Church. അപ്പസ്തോല പ്രബോധനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഇനിയും കൂട്ടായ്മ, 4ാമത്തെ ചക്രം. ഇതും വലിയൊരു കാര്യമാണ്, വലിയൊരു പ്രശ്നം പിടിച്ച കേസാണ് ഇന്ന്. ആധുനിക മാധ്യമങ്ങൾ, മൊബൈൽ, അത് TV, അതെല്ലാം കൂടി വന്നതോടുകൂടി തന്നെ വ്യക്തിബന്ധങ്ങളിലൊക്കെ ഉലച്ചിൽ വന്നു. ആർക്കും നേരമില്ല. എല്ലാവരും മൊബൈലും വാട്സപ്പിൻ്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ TV-യുടെ മുമ്പിലാണ്, ലാപ്ടോപ്പിൻ്റെ മുമ്പിലാണ്. വ്യക്തികൾക്ക് തമ്മിൽ സംസാരിക്കാൻ നേരമില്ല. ഊണ് കഴിക്കാൻ കുടുംബാംഗങ്ങൾ വരുമ്പോൾ തന്നെ ചെവിയിൽ 2 കുറ്റിയൊക്കെ വെച്ച് ചെവിയൊക്കെ അടച്ച വരുന്നത്. വായി മാത്രം തുറന്ന് അതിലേക്ക് വാരിയിട്ട്
പെട്ടെന്ന് പോകുന്നു. കൂട്ടായ്മ വളർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ചിന്തിക്കണം. ഓരോ കുടുംബങ്ങളിലും കൂട്ടായ്മ, ഫെലോഷിപ്പ്, അത് ആദിമസഭയുടെ കുടുംബങ്ങളിലെ പ്രത്യേകതയായിരുന്നു. നമ്മുടെ സഭയുടെ കുടുംബങ്ങളിൽ, കുട്ടി സഭകളാകുന്ന കുടുംബങ്ങൾക്ക് ഉണ്ടാകേണ്ട പ്രത്യേകതയാണത്, കൂട്ടായ്മ. ഇനി പിശാചിന് ഈ 4 ചക്രങ്ങളിൽ പെട്ടെന്ന് സ്ട്രക്കാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ചക്രം ഫെലോഷിപ്പ് വീലാണ്, കൂട്ടായ്മ ചക്രമാണ്. അതിന് പിശാച് ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള ഒരു ആയുധമുണ്ട്. ഞാൻ പലപ്പോഴും ഒരു ക്വിസ് പോലെ ചോദിക്കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം പറയുന്നതിന് മുമ്പ്. നാവ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നില്ലെങ്കിൽ കൂട്ടായ്മ ഉണ്ടാവില്ല. നന്മ കാണുന്ന കണ്ണ് എനിക്കുണ്ടാകണം, നന്മ പറയുന്ന നാവ് എനിക്കുണ്ടാകണം, കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ. ഞാനൊരു വീട്ടിൽ ചെന്നു. അവിടുത്തെ ചേച്ചി എനിക്കൊരു ഗ്ലാസ് ചായ തന്നു എന്ന് വിചാരിക്കാം. ആ ചൂടുള്ള ചായ ഒരു കപ്പിൽ, ഒരു ഗ്ലാസ്സിൽ 1/2 കപ്പ് ഉള്ളതെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 3/4 കപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് വേണമെങ്കിൽ ആ ചായ കപ്പിലേക്ക് നോക്കിയിട്ട് 2 രീതിയിൽ ചിന്തിക്കാം. ആ നിറഞ്ഞ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് എനിക്ക് ചിന്തിക്കാം, ഓ എത്ര വിവേകമുള്ള സ്ത്രീയാണിത്, ഇത്ര ചൂടുള്ള ചായ തന്നപ്പോൾ കണ്ടോ എൻ്റെ കൈ പൊള്ളാതിരിക്കാൻ മുകളിൽ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നു. അവിടെ ഞാൻ നിറവിലേക്കാണ് നോക്കിയത്, കണ്ടോ, അതിൽ നന്മ കണ്ടു, ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തു. ഇനി വേണമെങ്കിൽ ഇതേ കപ്പിലേക്ക് തന്നെ നെഗറ്റീവായിട്ട് നോക്കാം. ഒഴിഞ്ഞു കിടക്കുന്ന മുകൾ ഭാഗത്തേക്ക് നോക്കിയിട്ട് എന്താണ് ഈ ചേച്ചിക്ക് ഇത്ര പിശുക്ക് എന്ന് ചിന്തിക്കാം. അത് ചേച്ചിയുടെ കുഴപ്പമല്ല, ചായയുടെ കുഴപ്പമല്ല, എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ്. നന്മ കാണുന്ന കണ്ണുണ്ടെങ്കിൽ, നന്മ പറയുന്ന നാവുണ്ടെങ്കിൽ കൂട്ടായ്മയുണ്ടാകും. മറ്റുള്ളവരുടെ തിന്മ കാണുക, തിന്മ പറയുക. ചിലർ അതിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എപ്പോഴും കുറ്റം കാണത്തുള്ളൂ. കൽപ്പിച്ചു കൂട്ടിയിട്ടല്ല, ജന്മസിദ്ധമായിട്ടുള്ളൊരു വാസനയാണത്. എപ്പോഴും മറ്റുള്ളവരുടെ തിന്മകൾ കാണുക, നെഗറ്റീവ്സ് മാത്രം കാണുക, പറയുക. ഇപ്പം നമുക്ക് നന്മ പറയാനും നന്മ കാണാനും അങ്ങനെ ഈ കൂട്ടായ്മ വളർത്താനും ഈ കൂട്ടായ്മ ചക്രം ശരി കറക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം. പിശാച് എൻ്റെ നാവാകുന്ന ആയുധമെടുത്ത് പ്രയോഗിക്കാതിരിക്കാൻ എത്ര സൂക്ഷിച്ചാണ് ദൈവം നാവ് വെച്ചിരിക്കുന്നത് നോക്കിയാൽ. വായ്ക്കുള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്, പുറത്തൊന്നുമല്ല. അതിൻ്റെ മുമ്പിൽ പല്ലുകളാകുന്ന നിരപ്പലകൾ ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പിൽ ചുണ്ടുകളാകുന്ന ഷട്ടർ വീണ്ടിട്ടിരിക്കുന്നു. ഇത്ര സൂക്ഷിച്ചാണ് നാവ് വെച്ചിരിക്കുന്നത്. കാരണം സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് ഓർപ്പിക്കാനാ. ചിലപ്പോഴൊക്കെ ഞാൻ ഒരു സൂക്ഷ്മമില്ലാതെ ഷട്ടർ അങ്ങോട്ട് ഊരും, നിരപ്പലക അങ്ങോട്ട് മാറ്റും, എന്നിട്ട് നാവ് കൊണ്ട് വെട്ട് കണ്ടോരം മുഴുവൻ. എങ്ങനെ കൂട്ടായ്മ ഉണ്ടാകും? അതാണ് പിശാചിന് വേണ്ടത്. പ്രാർത്ഥനാ ചക്രം കറക്കണം, കൂട്ടായ്മ ചക്രം കറക്കണം, വിശ്വാസ ചക്രം കറങ്ങണം, കുർബാന ചക്രം കറങ്ങണം. അപ്പോൾ ഒപ്പം യേശുവിനെ നമ്മുടെ വാഹനത്തിന് ഡ്രൈവറായി ഇരുത്തണം. മറക്കരുത്. സ്വർഗത്തിലേക്കാണ് വണ്ടി പോകേണ്ടത്, നരകത്തിലേക്കല്ല. യേശു ആകുന്ന ഡ്രൈവർ വേണം സീറ്റിലിരിക്കാൻ, ഡ്രൈവർ സീറ്റിൽ. ഇനി ഇന്ധനം, പെട്രോൾ ഒഴിക്കണ്ടേ, ഡീസൽ ഒഴിക്കണ്ടേ? എന്താണ് ഇന്ധനം? സ്നേഹമാകുന്ന ഇന്ധനം കൊണ്ട് ടാങ്ക് നിറയ്ക്കണം, എന്നാലേ വണ്ടി സുഖമായിട്ട് പോകത്തുള്ളൂ. അങ്ങനെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നൊരു വാഹനം ആണ് കുട്ടി സഭകളാകുന്ന ഓരോ കുടുംബവും കത്തോലിക്ക സഭയിൽ. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ സഭകളുടെ കൂട്ടായ്മയാണ്. കത്തോലിക്ക സഭകളുടെ കൂട്ടായ്മയാണ്. 24 വ്യക്തിഗത സഭകളുണ്ട്. നമ്മൾ വേറെ പേരൊന്നും ഓർത്തിരിക്കേണ്ട, ഈ 24 നമ്പറെങ്കിലും ഓർത്തിരിക്കുക. ഒരു കത്തോലിക്കരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കത്തോലിക്ക സഭ എന്താണെന്ന് ചോദിച്ചാൽ മിനിമം ഇത്രയും പറയാം. 12 ശിഷ്യന്മാരിൽ നിന്നും വളർന്നു വന്ന 24 സമൂഹങ്ങളെ പറയുന്ന പേരാണ് റീത്ത്, അല്ലെങ്കിൽ വ്യക്തിഗത സഭ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ചർച്ച്, അല്ലെങ്കിൽ സൂയി ജൂരിസ് ചർച്ച് എന്നൊക്കെ. അങ്ങനെയുള്ള 24 സഭകളെ ചേർത്ത് 24 സഭകളുടെയും തലവനാണ് മാർപ്പാപ്പ. പക്ഷേ ഓരോ വ്യക്തിഗത സഭകൾക്കും തനതായ ഭരണശൈലിയുണ്ട്, ഭരണരീതിയുണ്ട്. അതിൽ മെത്രാന്മാരുടെ സിനഡാണ് അതിൻ്റെ അപ്പെക്സ് ബോഡി. വിശ്വാസം, ധാർമ്മികത, ഈ 2 കാര്യങ്ങളിൽ മാർപ്പാപ്പയാണ് എല്ലാത്തിൻ്റെയും, ഈ 24 വ്യക്തിഗത സഭകളുടെയും അധികാരി. ഇവരെ 24 വ്യക്തിഗത സഭകളും മാർപ്പാപ്പയെ, പത്രോസ്ലിയെ ആദിമസഭ അംഗീകരിച്ചതുപോലെ മാർപ്പാപ്പയെ നമ്മളെല്ലാം നമ്മുടെ നേതാവായിട്ട് അംഗീകരിക്കുന്നു.
ഇതിന് പുറത്തുള്ള സഹോദരി സഭകൾ വേറെയുണ്ട്, ഓർത്തഡോക്സ് സഭകളും മറ്റുമൊക്കെ, അവരൊക്കെ സഹോദരി സഭകളാണ്. പക്ഷെ ഇതാണ് കത്തോലിക്ക സഭയുടെ സ്ട്രക്ചർ എന്നുള്ള കാര്യം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ കത്തോലിക്ക സഭയ്ക്ക് അത് 24 വ്യക്തിഗത സഭകൾക്ക് ദൗത്യമുണ്ട്: പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. പഠിപ്പിക്കേണ്ടത് എൻ്റെ പഠനങ്ങളല്ല, യേശുവിൻ്റെ പഠനങ്ങൾ. അത് 2 സോഴ്സിലൂടെ വരുന്നതാണ്. ഒന്ന് സഭയുടെ ദൈവിക പാരമ്പര്യം. സഭയുടെ ദൈവിക പാരമ്പര്യം എന്ന് പറയുമ്പോൾ വിശ്വാസം, ആരാധനക്രമം, ജീവിതശൈലി. അതുകൊണ്ട് ഈ ആദിമ നൂറ്റാണ്ട് മുതൽ കൈമാറി യേശുവിൻ്റെ പഠനങ്ങൾ വരുന്ന സോഴ്സാണ് ഈ ആരാധനക്രമമൊക്കെ. അതുകൊണ്ടൊക്കെയാണ് മാർപ്പാപ്പ തോന്നിയ പോലെ പ്രാർത്ഥനകൾ മാറ്റി ചെല്ലാൻ പാടില്ല, മാർപ്പാപ്പ അംഗീകരിക്കുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നത് മാർപ്പാപ്പയുടെ വ്യക്തിപരമായ താല്പര്യമൊന്നുമല്ല. ഈശോയുടെ പഠനങ്ങൾ നഷ്ടപ്പെടരുത് വരും തലമുറയ്ക്ക്. അത് കൃത്യമായി കാത്ത് പരിപാലിച്ചു കൊണ്ട് പോകണം സഭയുടെ ചാലിലൂടെ. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവിക പാരമ്പര്യത്തിലൂടെയും ബൈബിളിലൂടെയും കൈമാറി കിട്ടിയിരിക്കുന്ന ആ യേശുവിൻ്റെ പഠനങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. പിന്നെ കുദാശകളിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടണം. മറ്റുള്ളവരെ കുദാശകളിലൂടെ വിശുദ്ധീകരിക്കാൻ നാം തയ്യാറാകണം. അതുപോലെ സഭയെ നയിക്കണം. ആ നയിക്കുന്ന പ്രക്രിയയിൽ നമ്മളും കൂട്ടുപങ്കാളികളാകണം. അപ്പോൾ സഭകളുടെ കൂട്ടായ്മയാണ്. സഭയുടെ ദൗത്യം പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓരോ കുട്ടി സഭകളാണ് ഓരോ കുടുംബം. ആ കുടുംബം 4 ചക്ര വാഹനം പോലെയാണ്. ആ 4 ചക്രങ്ങൾ: പ്രാർത്ഥന ചക്രം, വിശ്വാസ ചക്രം, കുർബാന ചക്രം, കൂട്ടായ്മ ചക്രം. ഈ 4ഉം കറങ്ങണം, സ്റ്റക്കാവരുത്. ഈശോ ഡ്രൈവറായിരിക്കണം. കാരണം യാത്ര സ്വർഗത്തിലേക്കാണ്, നരകത്തിലേക്കല്ല. പിന്നെ വണ്ടിയിൽ ഇന്ധനം വേണം, മറക്കരുത്. സ്നേഹമാകുന്ന ഇന്ധനം കൊണ്ട് പെട്രോൾ ടാങ്ക് നിറയ്ക്കണം. നന്ദി, നമസ്കാരം.